തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു അനിയത്തിക്കുട്ടി കയറിയിട്ട് ഫോണിലെടുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അതിന് അനിയത്തിക്കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിണറ്റിലോട്ട് ഓടിച്ചെന്ന് ചാടി. അതിന്റെ പുറകെ ഈ അനിയത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടനും കൂടി എടുത്ത് ചാടി രണ്ടുപേരും മരിക്കേണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ വന്നൊരു ന്യൂസാണ് കേരളത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു 7ാം ക്ലാസ്സുകാരി പെൺകുട്ടി ഫോണ് സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് സ്കൂളുകാർ കണ്ടെത്തി ആ ഫോൺ അവിടെ പിടിച്ചു മേടിച്ച് വെച്ചു. അതുപോലെ തന്നെ വീട്ടിലും അറിയിച്ചു. അതിനെ തുടർന്ന് ഈ കൊച്ചെന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിലോട്ട് തിരിച്ചു പോയില്ല. അവളുടെ സൈക്കിളും കൊണ്ട് വേറെ എങ്ങോട്ടോ പോയി. എങ്ങോട്ടാണ് വീട്ടിലോട്ട് പോയാൽ വീട്ടുകാർ ചീത്ത പറയും, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവളെ എവിടെയോ ലക്ഷ്യമില്ലാണ്ട് എങ്ങടോ പോയി. കുട്ടികളെ പഴയ പോലെ അടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ പറ്റത്തില്ല. കാരണം അവർ എങ്ങനെയാണ് അത് എടുക്കുക, അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇമോഷണൽ ആയിട്ട് കണക്ട് ആക്കുക. അത് ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു വഴി. അല്ലാണ്ട് അടിക്കും അല്ലെങ്കിൽ അവർ ചീത്ത പറയും അങ്ങനെ ഒരു തോന്നൽ വന്നാൽ കുട്ടികൾ ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്തൊന്നും പറയാണ്ടാവും. അതല്ലെങ്കിൽ അത് ഇതുപോലുള്ള വികൃതികൾ അവർ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടിയെ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയുന്നുള്ള പേടി കൊണ്ടാണ് കുട്ടി ഇറങ്ങിപ്പോയത്. പാരന്റ് എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ അതുവഴി പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്നിപ്പം നല്ലൊരു ചെറുപ്പക്കാരന്റെ കയ്യിലോട്ട് എത്തപ്പെട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു MDMA ഒക്കെ അടിച്ച് നിൽക്കുന്ന ഒരുത്തന്റെ കയ്യിലോട്ടാണ് ഈ കുട്ടി എത്തപ്പെടുന്നതെങ്കിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമായിരിക്കും. ജോർജ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പ്രശംസ അർഹിക്കുന്നുണ്ട്. ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് നമുക്ക് ആവശ്യം.